നമസ്കാരം. ഗുരുകുല ഭാരതത്തിന്റെ PSC ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അനിൽ. ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് ഇംഗ്ലീഷ് എന്ന വിഭാഗത്തിൽ നിന്നും കോൺകോർഡ് എന്ന പാഠഭാഗമാണ്. കോൺകോർഡ് എന്നാൽ എഗ്രിമെന്റ് അഥവാ ഹാർമണി എന്നാണ് അർത്ഥം. അതായത് സബ്ജക്റ്റും വെർബും തമ്മിലുള്ള എഗ്രിമെന്റ്. അധിക വിശദീകരണം ആവശ്യമില്ലാത്തതും എന്നാൽ പഠിക്കാൻ വളരെയേറെ എളുപ്പമുള്ളതുമായ ഒരു പാഠഭാഗമാണ് കോൺകോർഡ്. ഈ പാഠഭാഗത്ത് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കുറേയേറെ നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങൾ പഠിച്ചിരുന്നാൽ മാത്രമേ നമുക്ക് ഈ പാഠഭാഗം വളരെയധികം എളുപ്പമാവൂ. ഇന്നത്തെ ക്ലാസ്സിൽ കോൺകോർഡ് എന്ന പാഠഭാഗത്ത് നിന്നുമുള്ള വളരെയധികം പ്രധാനപ്പെട്ട കുറച്ച് നിയമങ്ങളാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അവയെല്ലാം ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അങ്ങനെയായാൽ നമുക്ക് എല്ലാ മത്സര പരീക്ഷകൾക്കും ഇംഗ്ലീഷ് വിഭാഗത്തിൽ നിന്നും വളരെയധികം മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ശ്രദ്ധിക്കുക. ഇംഗ്ലീഷിൽ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ളൊരു നിയമമാണ് സിംഗുലർ സബ്ജക്റ്റിനോടൊപ്പം സിംഗുലർ വെർബും പ്ലൂറൽ സബ്ജക്റ്റിനോടൊപ്പം പ്ലൂറൽ വെർബും ഉപയോഗിക്കുന്നു. അതായത് കർത്താവ് ഏകവചനമാകുമ്പോൾ ക്രിയ ഏകവചനവും കർത്താവ് ബഹുവചനമാകുമ്പോൾ ക്രിയ ബഹുവചനവുമാകുന്നു. ഈ നിയമമാണ് സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റിന്റെ അടിസ്ഥാന നിയമം. ഇവിടെ നമുക്ക് ഉദാഹരണങ്ങൾ നോക്കാം. ഹി പ്ലേസ്, ദേ പ്ലേ. ഇവിടുത്തെ സബ്ജക്റ്റ് ഹി ആണ്. ഹി എന്നാൽ അവൻ എന്നാണ് അർത്ഥം. അതായത് അവൻ അല്ലെങ്കിൽ ഹി എന്ന സബ്ജക്റ്റ് ഏകവചനമാണ്. അപ്പോൾ സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ വെർബ് ഉപയോഗിക്കണം. ഇവിടെ നമ്മുടെ വെർബ് പ്ലേ ആണ്. പ്ലേ എന്ന വെർബിനെ സിംഗുലർ ആക്കാൻ അതിൻ്റെ കൂടെ എസ് ചേർക്കണം. അപ്പോൾ പ്ലേസ് എന്നാകും. അങ്ങനെ ഹീയുടെ കൂടെ പ്ലേസ് വരുന്നു. അതായത് ഹി പ്ലേസ് എന്ന് നമ്മൾ പറയുന്നു. എന്നാൽ ദേ പ്ലേ എന്നാണ് നമ്മൾ പറയുന്നത്. ദേ എന്നാൽ അവർ എന്നാണ് അർത്ഥം. അതായത് ദേ എന്ന് പറയുമ്പോൾ ബഹുവചന രൂപമായി, പ്ലൂറൽ ഫോമായി. അപ്പോൾ വെർബിന്റെ പ്ലൂറൽ ഫോം ഉപയോഗിക്കുന്നു. ഇവിടെ പ്ലേ എന്ന് പറയുന്ന വെർബിന്റെ പ്ലൂറൽ ഫോം പ്ലേ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ദേ പ്ലേ എന്ന് പറയുന്നത്. അടുത്ത രണ്ട് ഉദാഹരണങ്ങൾ നോക്കാം. ദ ബോയ് പ്ലേസ്, ദ ബോയ്സ് പ്ലേ. ഇവിടെ ദ ബോയ് എന്ന് പറയുമ്പോൾ ഒരാൺകുട്ടിയെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ സബ്ജക്റ്റ് സിംഗുലർ ആണ്. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ ആയിട്ടുള്ള വെർബ് ഉപയോഗിക്കുന്നു. ഇവിടെ വെർബ് പ്ലേ ആണ്. പ്ലേയെ സിംഗുലർ ആക്കാൻ അതിൻ്റെ കൂടെ എസ് ചേർക്കുന്നു. അങ്ങനെ പ്ലേസ് ആകുന്നു. അതുകൊണ്ടാണ് നമ്മൾ ദ ബോയ് പ്ലേസ് എന്ന് പറയുന്നത്. അടുത്ത നോക്കിക്കേ, ദ ബോയ്സ് പ്ലേ എന്നാണ് പറയുന്നത്. ദ ബോയ്സ് എന്ന് പറയുമ്പോൾ അത് ഒത്തിരി ആൺകുട്ടികളെ പറ്റിയാണ് പറയുന്നത്. അതായത് സബ്ജക്റ്റ് പ്ലൂറൽ അല്ലെങ്കിൽ ബഹുവചനമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ വരുന്ന വെർബ് എന്തായിരിക്കണം? ബഹുവചനമായിരിക്കണം അല്ലെങ്കിൽ പ്ലൂറൽ ആയിരിക്കണം. അതായത് പ്ലേ എന്ന വെർബിനെ പ്ലൂറൽ ആക്കാൻ അതിൻ്റെ കൂടെ എസ്ഒ എസ്ഒ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. വെറുതെ പ്ലേ എന്ന് എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് ദ ബോയ്സിന്റെ കൂടെ പ്ലേ എന്ന് കിട്ടും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, സബ്ജക്റ്റിനെ പ്ലൂറൽ ആക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ കൂടെ എസ് ചേർത്തിരിക്കുന്നത്. എന്നാൽ വെർബിനെ സിംഗുലർ ആക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ കൂടെ എസ് ചേർത്തിരിക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ബോയ് എന്ന് പറയുന്ന ഒരു സിംഗുലർ സബ്ജക്റ്റ് ആണ്. ബോയുടെ കൂടെ എസ് ചേർത്തപ്പോൾ ബോയ്സ് ആയി. അപ്പോൾ അത് പ്ലൂറലായി. എന്നാൽ പ്ലേ എന്ന് പറയുന്നത് ഒരു പ്ലൂറൽ വെർബാണ്. പ്ലേയുടെ കൂടെ എസ് ചേർത്തപ്പോൾ അത് സിംഗുലർ വെർബായി. ഈ പറഞ്ഞ നിയമം വ്യക്തമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത നിയമത്തിലേക്ക് കടക്കാം. ബിയുടെ രൂപങ്ങൾ ഉപയോഗിക്കുമ്പോൾ സിംഗുലർ സബ്ജക്റ്റിനോടൊപ്പം ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ വാസ് അല്ലെങ്കിൽ ഹാസ് അല്ലെങ്കിൽ ഹാസ് ബീൻ എന്നിവയും പ്ലൂറൽ സബ്ജക്റ്റിനോടൊപ്പം ആർ അല്ലെങ്കിൽ വെയർ അല്ലെങ്കിൽ ഹാവ് അല്ലെങ്കിൽ ഹാവ് ബീൻ എന്നിവയും ഉപയോഗിക്കുന്നു. നമുക്ക് ഉദാഹരണം എന്താണെന്ന് നോക്കാം. ഈസാമാർ, വാസ്, വെയർ, ഹാവ്, ഹാസ് ഇതെല്ലാം ബിയുടെ രൂപങ്ങളാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സിംഗുലർ സബ്ജക്റ്റിനോടൊപ്പം ബിയുടെ രൂപങ്ങളായിട്ട് ഉപയോഗിക്കുന്നത് ഈസും ആമും വാസും ഹാസും ഹാവ് ബീനുമായിരിക്കും. എന്നാൽ പ്ലൂറൽ സബ്ജക്റ്റിനോടൊപ്പം ബിയുടെ രൂപങ്ങളായിട്ടുള്ള ആറും വെയറും ഹാവും ഹാവ് ബീനും ഒക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നത്. നമുക്ക് ഉദാഹരണം നോക്കാം. ദേ ആർ പ്ലേയിങ്, ഷീ ഈസ് പ്ലേയിങ്. ഇവിടെ ദേ എന്ന് പറയുന്നത് പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. അപ്പോൾ ബിയുടെ രൂപമായിട്ടുള്ള ആറാണ് അവിടെ ഉപയോഗിക്കുന്നത്. എന്നാൽ ഷീ ഈസ് പ്ലേയിങ് എന്ന് പറയുമ്പോൾ ഷീ എന്നുള്ളത് സിംഗുലർ സബ്ജക്റ്റ് ആണ്. അപ്പോൾ ബിയുടെ രൂപമായിട്ടുള്ള ഈസ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്. അടുത്ത ഉദാഹരണങ്ങൾ നോക്കാം. ദ ബോയ്സ് ഹാവ് പ്ലേഡ്, ദ ബോയ് ഹാസ് പ്ലേഡ്. ഇവിടെ ദ ബോയ്സ് എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്. ഹാവ് എന്ന് പറയുന്നത് ബിയുടെ പ്ലൂറൽ ഫോം ആണ്. അതുകൊണ്ട് ഇവിടെ ദ ബോയ്സിന്റെ കൂടെ ഹാവ് ഉപയോഗിച്ചിരിക്കുന്നു. എന്നാൽ ദ ബോയ് ഹാസ് പ്ലേഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഹാസ് എന്ന് പറയുന്നത് ബിയുടെ സിംഗുലർ ഫോം ആണ്. അതുകൊണ്ട് ദ ബോയ് എന്ന് പറയുന്ന സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ബിയുടെ സിംഗുലർ ഫോം ആയിട്ടുള്ള ഹാസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ നിയമം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത നിയമത്തിലേക്ക് കടക്കാം. ഒന്നിൽ കൂടുതൽ സിംഗുലർ സബ്ജക്റ്റുകൾ ആൻഡ് ഉപയോഗിച്ച് യോജിപ്പിക്കുമ്പോൾ പ്ലൂറൽ വെർബ് ഉപയോഗിക്കുന്നു. അതായത് ഒന്നിൽ കൂടുതൽ സിംഗുലർ സബ്ജക്റ്റുകൾ ആൻഡ് ഉപയോഗിച്ച് യോജിപ്പിക്കുമ്പോൾ അത് പ്ലൂറലായി മാറുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ വരുന്ന വെർബ് എന്തായിരിക്കണം? പ്ലൂറൽ വെർബ് ആയിരിക്കണം. നമുക്ക് ഉദാഹരണം നോക്കാം. അനിൽ ആൻഡ് അൻവർ ആർ ഫ്രണ്ട്സ്. അടുത്ത ഉദാഹരണം. രാധ, രാജു ആൻഡ് മായാവി ഹാവ് പ്ലേഡ് എ ഗെയിം.
ഇവിടെ അനിൽ ആൻഡ് അൻവർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് രണ്ട് സിംഗുലർ സബ്ജക്റ്റുകളെ ആൻഡ് ഉപയോഗിച്ച് യോജിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ ആർ ഉപയോഗിച്ചിരിക്കുന്നു. അടുത്തത് രാധ, രാജു, മായാവി എന്നിങ്ങനെ മൂന്ന് സിംഗുലർ സബ്ജക്റ്റുകളെ ആൻഡ് ഉപയോഗിച്ച് യോജിപ്പിച്ചപ്പോൾ അതും എന്തായി? പ്ലൂറലായി. അതുകൊണ്ടാണ് അവിടെ ഹാവ് എന്ന് പറയുന്ന പ്ലൂറൽ ഫോം ഉപയോഗിച്ചിരിക്കുന്നത്. ആൻഡ് ഉപയോഗിക്കുന്ന മറ്റൊരു നിയമത്തിലേക്ക് നമുക്ക് കടക്കാം. അതിങ്ങനെയാണ്: രണ്ട് സിംഗുലർ സബ്ജക്റ്റുകൾ ആൻഡ് ഉപയോഗിച്ച് യോജിപ്പിക്കുമ്പോൾ രണ്ട് സബ്ജക്റ്റുകൾക്ക് മുൻപിലും പൊസസീവ് അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ ആർട്ടിക്കിൾ വരികയാണെങ്കിൽ പ്ലൂറൽ വെർബ് ഉപയോഗിക്കുന്നു. നമുക്ക് ഉദാഹരണം നോക്കാം. മൈ ഫ്രണ്ട് ആൻഡ് മൈ നെയ്ബർ ആർ ഡോക്ടേഴ്സ്. ഇവിടെ ഫ്രണ്ട് എന്ന് പറയുന്ന സബ്ജക്റ്റിന് മുൻപിൽ മൈ എന്ന പൊസസീവ് അഡ്ജക്റ്റീവ് വന്നിരിക്കുന്നു. അതുപോലെ തന്നെ നെയ്ബർ എന്ന സിംഗുലർ സബ്ജക്റ്റിന് മുൻപിൽ മൈ എന്ന പൊസസീവ് അഡ്ജക്റ്റീവ് വന്നിരിക്കുന്നു. ഇങ്ങനെ രണ്ട് സിംഗുലർ സബ്ജക്റ്റുകൾക്ക് മുൻപിൽ രണ്ട് പൊസസീവ് അഡ്ജക്റ്റീവ് വന്നിരിക്കുന്നു. അപ്പോൾ നമ്മുടെ വെർബ് എന്തായി മാറണം? ആറായി മാറണം. അടുത്ത ഉദാഹരണം നോക്കുക. ദ ഡോക്ടർ ആൻഡ് ദ എഞ്ചിനീയർ ഹാവ് സീൻ ദ പോസ്റ്റർ. ഇവിടെ ഡോക്ടർ എന്ന സിംഗുലർ സബ്ജക്റ്റിന് മുൻപിൽ ദ എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ എഞ്ചിനീയർ എന്ന സിംഗുലർ സബ്ജക്റ്റിന് മുൻപിൽ ദ എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിച്ചിരിക്കുന്നു. ഇങ്ങനെ രണ്ട് സിംഗുലർ സബ്ജക്റ്റിന് മുൻപിൽ ആർട്ടിക്കിൾ വന്നിരിക്കുന്നത് കൊണ്ട് അവിടെ നമ്മൾ പ്ലൂറൽ വെർബാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഹാവ് എന്ന പ്ലൂറൽ വെർബ് ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്ത നിയമം നോക്കാം. രണ്ട് സിംഗുലർ സബ്ജക്റ്റുകൾ ആൻഡ് ഉപയോഗിച്ച് യോജിപ്പിക്കുമ്പോൾ ഒരു സബ്ജക്റ്റിന് മുൻപിൽ മാത്രം പൊസസീവ് അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ ആർട്ടിക്കിൾ വരികയാണെങ്കിൽ സിംഗുലർ വെർബ് ഉപയോഗിക്കുന്നു. നമുക്ക് ഉദാഹരണം നോക്കാം. മൈ ഫ്രണ്ട് ആൻഡ് നെയ്ബർ ഇസ് എ ഡോക്ടർ. അടുത്ത ഉദാഹരണം. ദ ഡോക്ടർ ആൻഡ് എഞ്ചിനീയർ ഹാസ് സീൻ ദ പോസ്റ്റർ. ഇവിടെ ഒരു സിംഗുലർ സബ്ജക്റ്റിന് മുൻപിൽ മാത്രമാണ് ആർട്ടിക്കിളോ അല്ലെങ്കിൽ പൊസസീവ് അഡ്ജക്റ്റീവോ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ സിംഗുലർ വെർബ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ച ആൻഡ് ഉപയോഗിച്ച് വരുന്ന വിവിധ സന്ദർഭങ്ങളിൽ സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് എങ്ങനെയൊക്കെ മാറാം എന്ന ഭാഗം വ്യക്തമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത നിയമത്തിലേക്ക് കടക്കാം. ദെയറിനു ശേഷം സിംഗുലർ അല്ലെങ്കിൽ പ്ലൂറൽ വെർബ് വരുന്നത് വെർബിന് ശേഷമുള്ള സബ്ജക്റ്റിനെ ആശ്രയിച്ചിരിക്കും. അതായത് നിയമം മനസ്സിലായി കാണും. ദെയറിന് ശേഷം വരുന്ന വെർബ് എന്തിനെ ആശ്രയിച്ചിരിക്കും? വെർബിന് ശേഷം വരുന്ന സബ്ജക്റ്റിനെ ആശ്രയിച്ചിരിക്കും. നമുക്ക് ഉദാഹരണങ്ങൾ നോക്കാം. ദെയർ ഇസ് നോ ഷുഗർ ഇൻ ദ ബോട്ടിൽ. ഇവിടെ ദെയർ കഴിഞ്ഞ് ഈസ് വന്നിരിക്കുന്നു. കാരണം എന്താണ്? നോ ഷുഗർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഷുഗർ എന്നുള്ളത് സിംഗുലർ സബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് ഇവിടെ ഈസ് എന്ന് പറഞ്ഞിരിക്കുന്നു. അടുത്ത ഉദാഹരണം നോക്കാം. ദെയർ ആർ 5 ബോയ്സ് ഇൻ ദ ക്ലാസ് റൂം. ഇവിടെ ദെയറിന് ശേഷം 6 വന്നിരിക്കുന്നു. കാരണം എന്താണ്? 5 ബോയ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 5 ആൺകുട്ടികൾ എന്ന് പറയുമ്പോൾ അവിടെ പ്ലൂറൽ സബ്ജക്റ്റ് ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ദെയറിന് ശേഷം 6 വന്നിരിക്കുന്നത്. അടുത്ത ഉദാഹരണം. ദെയർ ഇസ് എ ബോയ് ഇൻ ദ ക്ലാസ് റൂം. ഇവിടെ ദെയർ ഈസ് വന്നിരിക്കുന്നു. കാരണം എ ബോയ് എന്നാണ് സബ്ജക്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് അവിടെ ഈസ് ഉപയോഗിച്ചിരിക്കുന്നു. ഈ നിയമം വ്യക്തമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത നിയമത്തിലേക്ക് കടക്കാം. എവരി, ഈച്ച്, എയ്തർ, നെയ്തർ എന്നിവയ്ക്ക് ശേഷം വരുന്ന നൗൺ, വെർബ് എന്നിവ സിംഗുലർ ആയിരിക്കും. അതായത് ഇവിടെ ഇത് വിശദീകരിക്കാനൊന്നുമില്ല. നമുക്ക് ഉദാഹരണങ്ങൾ നോക്കാം. എവരി ബോയ് ഇൻ ദ ക്ലാസ് ഹാസ് എ ലാപ്ടോപ്പ്. ഇവിടെ എവരി കഴിഞ്ഞ് വന്നിരിക്കുന്നത് ബോയ് എന്ന് പറയുന്ന സിംഗുലർ സബ്ജക്റ്റ് ആണ്. അതുപോലെ തന്നെ ഹാസ് എന്നുള്ള സിംഗുലർ വെർബുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്ത ഉദാഹരണം. ഈച്ച് ഓഫ് ദ എംപ്ലോയീസ് ഈസ് വർക്കിംഗ് ഹാർഡ്. ഈച്ച് കഴിഞ്ഞ് വന്നിരിക്കുന്നത് എംപ്ലോയി എന്ന സിംഗുലർ സബ്ജക്റ്റ് ആണ്. അത് കഴിഞ്ഞ് വന്നിരിക്കുന്നത് ഈസ് എന്ന സിംഗുലർ വെർബാണ്. അടുത്തത്. ഹി നെയ്തർ ഗോസ് ദെയർ. ഇവിടെ നെയ്തർ കഴിഞ്ഞ് വന്നിരിക്കുന്നത് ഗോസ് എന്ന സിംഗുലർ വെർബാണ്. ഇത് അധികമായി വിശദീകരിക്കാനൊന്നുമില്ല. ഈ നിയമം വ്യക്തമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത നിയമത്തിലേക്ക് കടക്കാം. എവരി, ഈച്ച്, എയ്തർ, നെയ്തർ എന്നിവയ്ക്ക് ശേഷം ഒന്നിൽ കൂടുതൽ സബ്ജക്റ്റുകൾ വന്നാലും സിംഗുലർ വെർബ് ഉപയോഗിക്കുന്നു. ഉദാഹരണം നോക്കാം. എവരി ബോയ് ആൻഡ് ഗേൾ ഇൻ ദ ക്ലാസ് ഹാസ് എ ലാപ്ടോപ്പ്. അടുത്ത ഉദാഹരണം. ഈച്ച് മാൻ, വുമൺ ആൻഡ് ചൈൽഡ് ഹാസ് ഇഞ്ചേർഡ് ഇൻ ദ ആക്സിഡന്റ്. ഇവിടെ എവരി കഴിഞ്ഞ് ബോയിയെയും ഗേളിനെയും ആൻഡ് ഉപയോഗിച്ച് ബന്ധിപ്പിച്ചിരിക്കുന്നു. എങ്കിൽ പോലും നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഹാസ് എന്നുള്ള സിംഗുലർ വെർബാണ്. അതുപോലെ തന്നെ അടുത്ത ഉദാഹരണത്തിൽ ഈച്ച് കഴിഞ്ഞ് നമ്മൾ മാൻ, വുമൺ, ചൈൽഡ് എന്നീ സിംഗുലർ സബ്ജക്റ്റുകളെ ആൻഡ് ഉപയോഗിച്ച് യോജിപ്പിച്ചിരിക്കുന്നു. എങ്കിലും അവിടെ വാസ് എന്ന സിംഗുലർ വെർബാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് അടുത്ത നിയമം നോക്കാം. രണ്ട് എവരി, രണ്ട് ഈച്ച്, രണ്ട് എയ്തർ, രണ്ട് നെയ്തർ എന്നിവ ആൻഡ് ഉപയോഗിച്ച് യോജിപ്പിച്ചാലും സിംഗുലർ വെർബ് ഉപയോഗിക്കുന്നു. ഉദാഹരണം നോക്കാം. എവരി ബോയ് ആൻഡ് എവരി ഗേൾ ഈസ് പ്രസന്റ് ഇൻ ദ ക്ലാസ്. അടുത്ത ഉദാഹരണം. എവരി മാൻ ആൻഡ് എവരി വുമൺ ഹാസ് അറ്റൻഡഡ് ദ ഫംഗ്ഷൻ. അതായത് ഇവിടെ രണ്ട് എവരി വന്നിട്ടുണ്ട്, രണ്ട് ഈച്ച് വന്നിട്ടുണ്ട്. എങ്കിലും വെർബിന് മാറ്റമൊന്നും വരുന്നില്ല. വെർബ് എന്താണ്? സിംഗുലർ തന്നെയാണ്. അടുത്ത നിയമം നോക്കാം. എവരി ഓഫ്,
ഈച്ച് ഓഫ്, എയ്തർ ഓഫ്, നെയ്തർ ഓഫ് എന്നിവയ്ക്ക് ശേഷം വരുന്ന നൗൺ അല്ലെങ്കിൽ പ്രോനൗൺ പ്ലൂറലും വെർബ് സിംഗുലറും ആയിരിക്കും. ഉദാഹരണം നോക്കാം. ഈച്ച് ഓഫ് ദ ബോയ്സ് വാസ് ഗിവൺ എ പ്രൈസ്. അടുത്ത ഉദാഹരണം നെയ്തർ ഓഫ് us ലൈക്സ് കോഫി. അതായത് ഇവിടെ ഈച്ച് ഓഫ് കഴിഞ്ഞ് വന്നിരിക്കുന്ന നൗൺ ബോയ് എന്നുള്ളത് പ്ലൂറലായിട്ടാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്, അതായത് ബോയ്സ് എന്നാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വെർബ് വാസ് ആണ്, അതായത് അത് സിംഗുലർ ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്ത ഉദാഹരണം നെയ്തർ ഓഫ് us ലൈക്സ് കോഫി. ഇവിടെ നെയ്തർ ഓഫ് കഴിഞ്ഞ് വന്നിരിക്കുന്ന us എന്ന് പറയുന്നത് പ്ലൂറലാണ്, എന്നാൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വെർബ് ലൈക്സ് എന്നാണ്, അതായത് ലൈക്ക് എന്ന് പറയുന്ന വെർബിന്റെ സിംഗുലർ ഫോം ആണ് ലൈക്സ്. അപ്പോൾ ഈ നിയമം വ്യക്തമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത നിയമത്തിലേക്ക് കടക്കാം. വിത്ത്, ടുഗദർ വിത്ത്, എലോങ് വിത്ത്, ബിസൈഡ്സ്, ഇൻ അഡീഷൻ ടു, ആസ് വെൽ ആസ് മച്ച് ആസ് മെനി ആൻഡ് നോട്ട്, നോ ലെസ് ദാൻ, ഇൻ ദ കമ്പനി ഓഫ്, അക്കമ്പനീഡ് ബൈ, ഫോളോഡ് ബൈ, റാദർ ദാൻ, മോർ ദാൻ എന്നിവയുടെ ഉപയോഗത്തിൽ ആദ്യ സബ്ജക്റ്റിനെ ആശ്രയിച്ചാണ് വെർബ്. അതായത് ഇവിടെ വളരെയേറെ പ്രയോഗങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. ഈ പ്രയോഗങ്ങൾക്ക് ശേഷം വരുന്ന വെർബിന്റെ വചനം, അതായത് ഏകവചനമാകുമോ ബഹുവചനമാകുമോ എന്നുള്ളത് ആദ്യ സബ്ജക്റ്റിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എങ്ങനെയാണെന്ന് ഉദാഹരണത്തിൽ കൂടി മനസ്സിലാക്കാം. ഇവിടെ ഉദാഹരണം ഇതാണ്. ദ ചീഫ് മിനിസ്റ്റർ ടുഗദർ വിത്ത് ദ മിനിസ്റ്റേഴ്സ് ഈസ് വിസിറ്റിംഗ് ദ ഫ്ലഡ് അഫക്റ്റഡ് ഏരിയ ടുഡേ. ഇവിടെ ദ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്ന സിംഗുലർ സബ്ജക്റ്റും ദ മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്ന പ്ലൂറൽ സബ്ജക്റ്റും ടുഗദർ വിത്ത് എന്ന പ്രയോഗം കൊണ്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇവിടെ ആദ്യത്തെ സബ്ജക്റ്റ് എന്താണ്? ദ ചീഫ് മിനിസ്റ്റർ ആണ്, അത് സിംഗുലർ ആണ്. അതുകൊണ്ടാണ് ഇവിടെ ഈസ് എന്ന് പറയുന്ന സിംഗുലർ വെർബ് ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്ത ഉദാഹരണം നോക്കാം. നബീൽ ആസ് വെൽ ആസ് ഹിസ് ഫ്രണ്ട്സ് ഹാസ് അറ്റൻഡഡ് ദ ക്ലാസ്. ഇവിടെ നബീൽ എന്ന് പറയുന്ന സിംഗുലർ സബ്ജക്റ്റും ഹിസ് ഫ്രണ്ട്സ് എന്ന് പറയുന്ന പ്ലൂറൽ സബ്ജക്റ്റും തമ്മിൽ ആസ് വെൽ ആസ് എന്ന പ്രയോഗം കൊണ്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന വെർബ് ഹാസ് എന്നാണ്. കാരണം എന്തെന്നാൽ നബീൽ എന്ന് പറയുന്ന ആദ്യ സബ്ജക്റ്റ് സിംഗുലർ ആണ്, അതുകൊണ്ടാണ് ഇവിടെ ഹാസ് എന്ന് പറയുന്ന സിംഗുലർ വെർബ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ആദ്യത്തെ സബ്ജക്റ്റ് പ്ലൂറൽ ആയിട്ടാണ് വന്നിരുന്നതെങ്കിൽ നമ്മുടെ വെർബ് എന്താകുമായിരുന്നു? പ്ലൂറൽ ആകുമായിരുന്നു. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് അടുത്ത നിയമത്തിലേക്ക് കടക്കാം. ഓർ, എയ്തർ ഓർ, നെയ്തർ നോർ, നോട്ട് ഓൺലി ബട്ട് ആൾസോ എന്നിവയുടെ ഉപയോഗത്തിൽ രണ്ടാമത്തെ സബ്ജക്റ്റിനെ ആശ്രയിച്ചാണ് വെർബിന്റെ വചനം. അതായത് ഓർ, എയ്തർ ഓർ, നെയ്തർ ഓർ, നോട്ട് ഓൺലി ബട്ട് ആൾസോ എന്നിവയൊക്കെ വന്നാൽ ആദ്യത്തെ സബ്ജക്റ്റിനെ അല്ല നമ്മൾ നോക്കുന്നത്, രണ്ടാമത്തെ സബ്ജക്റ്റിനെയാണ് നോക്കുന്നത്. അതായത് രണ്ടാമത്തെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബ് എന്തായിരിക്കും? സിംഗുലർ ആയിരിക്കും. രണ്ടാമത്തെ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബ് എന്തായിരിക്കും? പ്ലൂറൽ ആയിരിക്കും. നമുക്ക് ഉദാഹരണങ്ങൾ നോക്കാം. നെയ്തർ ദ മാൻ നോർ ഹിസ് വൈഫ് ഈസ് വെരി കെയർഫുൾ. ഇവിടെ ദ മാൻ എന്ന് പറയുന്ന സിംഗുലർ സബ്ജക്റ്റും ഹിസ് വൈഫ് എന്ന് പറയുന്ന സിംഗുലർ സബ്ജക്റ്റിനും തമ്മിലാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ രണ്ടാമത് പറഞ്ഞിരിക്കുന്ന ഹിസ് വൈഫ് എന്നുള്ളത് സിംഗുലർ സബ്ജക്റ്റ് ആണ്, അതുകൊണ്ടാണ് ഇവിടെ ഈസ് എന്ന് പറയുന്ന സിംഗുലർ വെർബ് ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്ത ഉദാഹരണം. ഷീ ഓർ ദേ ഹാവ് ടു അറ്റൻഡ് ദ ക്ലാസ്. ഇവിടെ ഷീ എന്ന് പറയുന്ന സിംഗുലർ സബ്ജക്റ്റും ദേ എന്ന് പറയുന്ന പ്ലൂറൽ സബ്ജക്റ്റും തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു. എന്നാൽ രണ്ടാമത് പറഞ്ഞിരിക്കുന്ന സബ്ജക്റ്റ് ദേ എന്നുള്ളത് പ്ലൂറൽ ആണ്, അതുകൊണ്ടാണ് ഇവിടെ ഹാവ് എന്ന് പറയുന്ന പ്ലൂറൽ വെർബ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ നിയമം വ്യക്തമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത നിയമത്തിലേക്ക് കടക്കാം. മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിക്സ്, എക്കണോമിക്സ്, ഫിസിക്സ്, പൊളിറ്റിക്സ്, എത്തിക്സ്, ഇനിക്സ്, വേജസ്, ലിംഗ്വിസ്റ്റിക്സ്, മീസിൽസ്, മംസ്, ഷിംഗിൾസ്, റിക്കറ്റ്സ്, ന്യൂസ്, ക്യാരംസ്, ബില്യാർഡ്സ് എന്നിവയ്ക്ക് ശേഷം സിംഗുലർ വെർബ് ഉപയോഗിക്കുന്നു. ഇത് വളരെയധികം എളുപ്പമാണ്. ഈ വാക്കുകൾ നോക്കിയാൽ മതി. ഇതിനുശേഷം വരുന്ന വെർബ് എന്തായിരിക്കും? സിംഗുലർ ആയിരിക്കും. നമുക്ക് ഉദാഹരണം നോക്കാം. നോ ന്യൂസ് ഈസ് ഗുഡ്. ഇവിടെ ഈസ് എന്ന് പറയുന്ന സിംഗുലർ വെർബ് ഉപയോഗിച്ചിരിക്കുന്നു. അടുത്ത ഉദാഹരണം നോക്കാം. ഫിസിക്സ് ഈസ് ആൻ ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ്. ഇവിടെ ഫിസിക്സിന്റെ കൂടെ വന്നിരിക്കുന്നത് ഈസ് എന്ന് പറയുന്ന സിംഗുലർ സബ്ജക്റ്റ് ആണ്. ഈ ഭാഗം വളരെയധികം എളുപ്പമാണ്. കാരണം നമുക്ക് എസ് കാണുമ്പോൾ നമുക്ക് തോന്നും അത് പ്ലൂറൽ ആണെന്ന്. അങ്ങനെ നമുക്ക് തെറ്റിദ്ധാരണ ഉണ്ടായി നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുക. എന്നാൽ നമ്മൾ മനസ്സിലാക്കി വെക്കുക, അതെന്തായിരിക്കും? അത് സിംഗുലർ ആയിരിക്കും. നമുക്ക് അടുത്ത നിയമത്തിലേക്ക് കടക്കാം. മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിക്സ്, എക്കണോമിക്സ്, ഫിസിക്സ്, പൊളിറ്റിക്സ്, എത്തിക്സ്, ഇനിക്സ്, വേജസ്, ലിംഗ്വിസ്റ്റിക്സ്, മീസിൽസ്, മംസ്, ഷിംഗിൾസ്, റിക്കറ്റ്സ്, ന്യൂസ്, ക്യാരംസ്, ബില്യാർഡ്സ് തുടങ്ങിയ സബ്ജക്റ്റുകൾക്ക് മുൻപിൽ പൊസസീവ് അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ ആർട്ടിക്കിൾ വന്നാൽ പ്ലൂറൽ വെർബ് ഉപയോഗിക്കുന്നു. നേരത്തെ പറഞ്ഞ നിയമത്തിൽ നിന്നും ഇതെന്താണ് വ്യത്യാസപ്പെടുന്നത്? ഈ സബ്ജക്റ്റുകൾക്ക് മുമ്പിൽ എന്ത് വരുന്നു? പൊസസീവ് അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ ആർട്ടിക്കിൾ വരുന്നു. നമുക്ക് ഉദാഹരണം നോക്കാം. ഗാന്ധിജീസ് പൊളിറ്റിക്സ് ആർ റെലവന്റ് ടുഡേ. ഇവിടെ പൊളിറ്റിക്സ് എന്ന് മാത്രമാണ് വന്നിരുന്നെങ്കിൽ നമ്മൾ ഈസ് പറഞ്ഞേനെ. എന്നാൽ ഗാന്ധിജീസ് എന്ന് പറഞ്ഞിരിക്കുമ്പോൾ അവിടെ പൊസസീവ് അഡ്ജക്റ്റീവ് വന്നിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ആർ എന്ന് പറയുന്ന പ്ലൂറൽ വെർബ് ഉപയോഗിക്കുന്നു.
അടുത്ത ഉദാഹരണം മൈ മാത്തമാറ്റിക്സ് ആർ ഗുഡ്. ഇവിടെ മാത്തമാറ്റിക്സ് മാത്രമായിരുന്നെങ്കിൽ നമ്മൾ ഈസ് പറഞ്ഞേനെ. എന്നാൽ ഇവിടെ മൈ എന്ന പൊസസീവ് അഡ്ജക്റ്റീവ് ഉപയോഗിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ ആർ എന്ന പ്ലൂറൽ വെർബ് ഉപയോഗിക്കുന്നു. നിക്കേഴ്സ്, ട്രൗസേഴ്സ്, പാൻസ്, ഷോർട്സ്, പൈജാമാസ്, സിസേഴ്സ്, ബൈനോക്കുലേഴ്സ്, ഷൂസ്, സ്പെക്ടക്കിൾസ്, ബൈസെപ്സ് എന്നീ സബ്ജക്റ്റുകൾക്ക് ശേഷം പ്ലൂറൽ വെർബ് ഉപയോഗിക്കുന്നു. ഈ നിയമം അധികം വിശദീകരണം ആവശ്യമില്ലാത്തൊരു ഭാഗമാണെന്ന് വിശ്വസിക്കുന്നു. കാരണം കണ്ടാൽ തന്നെ മനസ്സിലാകും. ഇവിടെ കുറച്ച് സബ്ജക്റ്റുകൾ തന്നിരിക്കുന്നു, അതിനുശേഷം വരുന്ന വെർബ് എന്തായിരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു, പ്ലൂറൽ ആയിരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. നമുക്ക് ഉദാഹരണങ്ങൾ നോക്കാം. ഹിസ് പാൻസ് ആർ ബ്ലാക്ക്. ഇവിടെ പാൻസ് കഴിഞ്ഞ് എന്ത് വന്നിരിക്കുന്നു, ആർ എന്ന് പറയുന്ന പ്ലൂറൽ വെർബ് വന്നിരിക്കുന്നു. അടുത്ത ഉദാഹരണം നോക്കാം. മൈ സ്പെക്ടക്കിൾസ് ഹാവ് ബീൻ ബ്രോക്കൺ. ഇവിടെ സ്പെക്ടക്കിൾസ് കഴിഞ്ഞ് ഹാവ് എന്ന് പറയുന്ന പ്ലൂറൽ വെർബ് വന്നിരിക്കുന്നു. എന്നാൽ ഇതുമായിട്ട് ചേർന്ന് തന്നെ നമുക്ക് അടുത്തൊരു നിയമം നോക്കാം. ഈ പറഞ്ഞ സബ്ജക്റ്റുകളെ സിംഗുലർ ആക്കാൻ ഇവയ്ക്ക് മുൻപിൽ എ പെയർ ഓഫ് എന്ന് ചേർക്കുന്നു. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്ത് ചേർക്കുന്നു അവിടെ? എ പെയർ ഓഫ് എന്ന് ചേർക്കുന്നു. അതായത് നമുക്ക് ഉദാഹരണം നോക്കാം. എ പെയർ ഓഫ് ട്രൗസേഴ്സ് ഈസ് ലൈങ് അണ്ടർ ദ ചെയർ. അടുത്ത ഉദാഹരണം എ പെയർ ഓഫ് നിക്കേഴ്സ് ഈസ് വിബ്ജ്യൂർ ഇൻ കളർ. അതായത് ഇവിടെ എ പെയർ ഓഫ് എന്ന് ചേർത്തപ്പോൾ ട്രൗസേഴ്സ് കഴിഞ്ഞ് എന്ത് വന്നു, ഈസ് വന്നിരിക്കുന്നു. അതുപോലെ തന്നെ എ പെയർ ഓഫ് ചേർത്തപ്പോൾ നിക്കേഴ്സ് കഴിഞ്ഞ് എന്ത് വന്നിരിക്കുന്നു, ഈസ് വന്നിരിക്കുന്നു. എന്നാൽ അവിടെ എ പെയർ ഓഫ് ഇല്ലായിരുന്നെങ്കിലോ പ്ലൂറൽ വെർബേ വരത്തുള്ളായിരുന്നു. പക്ഷേ എ പെയർ ഓഫ് വന്നിരിക്കുന്നത് കൊണ്ട് അതെന്തായി, സിംഗുലർ വെർബായി മാറി. ഈ നിയമം വ്യക്തമായി മനസ്സിലാക്കേണ്ടതാണ്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത നിയമത്തിലേക്ക് കടക്കാം. പോലീസ്, പീപ്പിൾ, ക്യാറ്റിൽ, പോൾട്രി, ജെൻട്രി, മാൻകൈൻഡ്, പബ്ലിക്, സ്റ്റാഫ്, പേഴ്സണൽ, വെർമിൻ എന്നിവയ്ക്ക് ശേഷം പ്ലൂറൽ വെർബ് ഉപയോഗിക്കുന്നു. അതായത് ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും, കുറച്ച് സബ്ജക്റ്റുകൾ തന്നിരിക്കുന്നു, അതിനുശേഷം എന്ത് ഉപയോഗിക്കുന്നു പറഞ്ഞിരിക്കുന്നു, പ്ലൂറൽ ഉപയോഗിക്കുന്നു പറഞ്ഞിരിക്കുന്നു. ഉദാഹരണം നോക്കാം. ദ പോലീസ് ഹാവ് അറസ്റ്റഡ് ദ തീഫ്. അടുത്ത ഉദാഹരണം ദ ക്യാറ്റിൽ ആർ ഗ്രേസിംഗ് ഇൻ ദ ഫീൽഡ്. ഇവിടെ ദ പോലീസിന് ശേഷം ഹാവ് എന്ന പ്ലൂറൽ വെർബ് വന്നിരിക്കുന്നു. ദ ക്യാറ്റിലിന് ശേഷം ആർ എന്ന പ്ലൂറൽ വെർബ് വന്നിരിക്കുന്നു. ഇത് വളരെ എളുപ്പമുള്ള ഒരു നിയമമാണ്. നമുക്ക് അടുത്ത നിയമത്തിലേക്ക് കടക്കാം. ഫാമിലി, ഗവൺമെന്റ്, കമ്മിറ്റി, ടീം, ഓഡിയൻസ്, ക്രൗഡ്, ജൂറി എന്നിവയ്ക്ക് ശേഷം സിംഗുലർ വെർബ് ഉപയോഗിക്കുന്നു. അതായത് ഉദാഹരണം നോക്കാം. ദ ഫാമിലി ഹാസ് ഗോൺ ഫോർ എ വെഡിങ്. അടുത്ത ഉദാഹരണം ദ ഓഡിയൻസ് ഈസ് വാച്ചിങ് എ ലൈവ് ഷോ. ഇവിടെ ഫാമിലി എന്നാൽ ഒത്തിരി പേരുണ്ടെന്ന് നമുക്കറിയാം. സ്വാഭാവികമായിട്ടും അത് എന്താകേണ്ടതാണ്, പ്ലൂറൽ സബ്ജക്റ്റ് ആകേണ്ടതാണ്. എന്നാൽ ഇവിടെ സിംഗുലർ സബ്ജക്റ്റ് ആയിട്ടാണ് നമ്മൾ അതിനെ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഓഡിയൻസിനെ നമ്മൾ സിംഗുലർ സബ്ജക്റ്റ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് പറഞ്ഞിരിക്കുന്നു അതിൻ്റെ കൂടെ എന്ത് ചേർക്കണം, സിംഗുലർ വെർബ് ചേർക്കണം. അതുകൊണ്ടാണ് ഇവിടെ ഫാമിലിയുടെ കൂടെ ഹാസ് എന്ന് പറയുന്ന സിംഗുലർ വെർബും ഓഡിയൻസിന്റെ കൂടെ ഈസ് എന്ന് പറയുന്ന സിംഗുലർ വെർബും ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ഈ ഭാഗത്ത് നമ്മൾ ഇതിൻ്റെ കൂടെ ചേർത്ത് പഠിക്കേണ്ട മറ്റൊരു നിയമമുണ്ട്. അതായത് അതിങ്ങനെയാണ്. ഫാമിലി, ഗവൺമെന്റ്, കമ്മിറ്റി, ടീം, ഓഡിയൻസ്, ക്രൗഡ്, ജൂറി ഇവയിലെ വ്യക്തികളെ പരാമർശിക്കുമ്പോൾ പ്ലൂറൽ വെർബ് ഉപയോഗിക്കുന്നു. ഉദാഹരണം നോക്കിയാൽ ദ ഫാമിലി ഹാവ് ഗോൺ ടു ഡിഫറെന്റ് പ്ലേസസ്. അതായത് ഫാമിലി എന്ന് പറയുന്നതിൽ കുറേയധികം വ്യക്തികളുണ്ടെന്ന് നമുക്കറിയാം. എന്നാൽ എല്ലാവരും ഒരേ കാര്യമാണോ ചെയ്തിരിക്കുന്നത്? അല്ല, അവരെല്ലാം വ്യത്യസ്ത സ്ഥലങ്ങളിലേക്കാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഓരോ വ്യക്തികളെയും അല്ലെങ്കിൽ കുറച്ചേറെ വ്യക്തികളെ മാറ്റി മാറ്റി നമ്മൾ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അതിനെ നമ്മൾ എന്തായിട്ട് എടുത്തിരിക്കുന്നു, പ്ലൂറൽ സബ്ജക്റ്റ് ആയിട്ട് എടുക്കണം. അതുകൊണ്ടാണ് അവിടെ ഹാവ് എന്ന് പറയുന്ന പ്ലൂറൽ വെർബ് വന്നിരിക്കുന്നത്. അടുത്ത ഉദാഹരണം നോക്കാം. ദ കമ്മിറ്റി ആർ ഡിവൈഡഡ് ഓൺ ദ ഇഷ്യൂ. കമ്മിറ്റി എന്ന് പറയുമ്പോൾ സിംഗുലർ ആയിട്ട് എടുക്കണമെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതായത് കമ്മിറ്റി എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഒരേ കാര്യം ചെയ്യുകയാണ്, ഒരേ തീരുമാനം എടുക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ സിംഗുലർ ആയിട്ട് എടുക്കും. എന്നാൽ കമ്മിറ്റിയിലെ അംഗങ്ങൾ തമ്മിൽ ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വ്യത്യസ്ത നിലപാടുകൾ സ്വീകരിക്കുകയാണെങ്കിൽ അവിടെ കമ്മിറ്റി എന്നുള്ളതിനെ നമുക്ക് ഒരുമിച്ച് ചേർത്ത് പറയാൻ സാധിക്കില്ല. കമ്മിറ്റി വ്യത്യസ്ത തീരുമാനങ്ങൾ എടുക്കുക എന്ന് പറയുമ്പോൾ അവിടുത്തെ വ്യത്യസ്ത വ്യക്തികൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ കമ്മിറ്റി എന്ന് പറയുന്നത് ഓരോ വ്യക്തികളായിട്ടാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ കുറേയേറെ വ്യക്തികളായിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ പ്ലൂറൽ വെർബ് വരുന്നത്. ഈ നിയമം വ്യക്തമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത നിയമത്തിലേക്ക് കടക്കാം. ഫ്യൂ, എ ഫ്യൂ, ദ ഫ്യൂ, സെവറൽ, ബോത്ത് എന്നിവയ്ക്ക് ശേഷം പ്ലൂറൽ നൗൺ വരാം, അല്ലെങ്കിൽ പ്ലൂറൽ വെർബ് വരാം. ഉദാഹരണം ഇങ്ങനെയാണ്. ഫ്യൂ ബോയ്സ് ആർ പ്രസന്റ് ഇൻ ദ ക്ലാസ്. ഇവിടെ ഫ്യൂവിന് ശേഷം വന്നിരിക്കുന്നത് ബോയ്സ് എന്ന് പറയുന്ന നൗൺ ആണ്. ബോയ്സ് എന്ന് പറയുന്ന നൗൺ പ്ലൂറൽ ആണ്. അതുപോലെ തന്നെ ആർ എന്ന് പറയുന്ന പ്ലൂറൽ വെർബാണ് വന്നിരിക്കുന്നത്. അടുത്ത ഉദാഹരണം നോക്കാം. അമ്മു ഹാസ് 2 pens, ബോത്ത് ആർ എക്സ്പെൻസീവ്. ഇവിടെ ബോത്തിന് ശേഷം വന്നിരിക്കുന്നത് ആർ എന്ന പ്ലൂറൽ വെർബാണ്. നമുക്ക് അടുത്ത നിയമം നോക്കാം. ലിറ്റിൽ, എ ലിറ്റിൽ, ദ ലിറ്റിൽ, ലെസ്, മച്ച്
എന്നിവയ്ക്ക് ശേഷം സിംഗുലർ നൗൺ അല്ലെങ്കിൽ സിംഗുലർ വെർബ് ആണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഉദാഹരണത്തിൽ കൂടി ഇത് എങ്ങനെയെന്ന് മനസ്സിലാക്കാം. ഉദാഹരണം ശ്രദ്ധിക്കുക. ലിറ്റിൽ പ്രോഗ്രസ് ഹാസ് ബീൻ മെയ്ഡ്. ഇവിടെ ലിറ്റിലിന് ശേഷം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഹാസ് എന്ന് പറയുന്ന സിംഗുലർ വെർബാണ്. അതുപോലെ തന്നെ ലെസ് ഈസ് നോൺ അബൌട്ട് ഹിസ് വെയറബൌട്ട്സ്. ഇവിടെ ലെസ്സിന് ശേഷം ഈസ് എന്ന് പറയുന്ന സിംഗുലർ വെർബാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന രണ്ട് നിയമങ്ങളും തമ്മിലുള്ള വ്യത്യാസം വ്യക്തമായി മനസ്സിലാക്കുക. നമുക്ക് അടുത്ത നിയമത്തിലേക്ക് കടക്കാം. സ്റ്റേഷനറി, മെഷീനറി, സീനറി, കട്ട്ലറി, ക്രോക്കറി, ഫർണിച്ചർ, ലഗേജ്, ബാഗേജ്, ഫിഷ്, ഡിയർ, ഷീപ്പ്, അഡ്വൈസ്, അപ്ലോസ്, ഇൻഫർമേഷൻ, ഡിവൈസ്, എക്യുപ്മെന്റ്, ഗ്രൗസ്, സ്വൈൻ എന്നിവ സിംഗുലർ ഫോമിൽ ഉപയോഗിക്കുന്നു. അതായത് ഇവിടെ കുറേയേറെ സബ്ജക്റ്റുകൾ പറഞ്ഞിരിക്കുന്നു. ഇവയെല്ലാം എങ്ങനെ ഉപയോഗിക്കുന്നു? സിംഗുലർ ഫോമിൽ ഉപയോഗിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ അധികം വിശദീകരണത്തിന്റെ ആവശ്യമില്ല. ഈ വാക്കുകൾ കണ്ടാൽ മനസ്സിലാക്കണം അവ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. സിംഗുലർ ഫോമിലാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഉദാഹരണം നോക്കാം. കീപ് ഓൾ ദ ലഗേജ് ഇൻ ദ ക്ലോക്ക് റൂം. ഇവിടെ ലഗേജസ് എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ലഗേജ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അടുത്ത ഉദാഹരണം. നോ ഇൻഫർമേഷൻ ഹാസ് ബീൻ റിസീവ്ഡ് യെറ്റ്. ഇവിടെ ഇൻഫർമേഷൻസ് എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ഇൻഫർമേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ അതിനുശേഷം സിംഗുലർ വെർബായിട്ടുള്ള ഹാസ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ നിയമം വ്യക്തമായി മനസ്സിലാക്കുക. തന്നിരിക്കുന്ന വാക്കുകളെല്ലാം ഹൃദിസ്ഥമാക്കി വെക്കുക. നമുക്ക് അടുത്ത നിയമത്തിലേക്ക് കടക്കാം. വൺ ഓഫിന് ശേഷം വരുന്ന നൗൺ അല്ലെങ്കിൽ പ്രോനൗൺ പ്ലൂറലും വെർബ് സിംഗുലറും ആയിരിക്കും. അതായത് നമുക്ക് ഉദാഹരണം നോക്കിയത് മനസ്സിലാക്കാം. വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഈസ് എ ഡോക്ടർ. അതായത് ഇവിടെ വൺ ഓഫിന് ശേഷം വന്നിരിക്കുന്ന സബ്ജക്റ്റ് ഫ്രണ്ട്സ് ആണ്. ഫ്രണ്ട്സ് എന്നുള്ളത് ഫ്രണ്ട് എന്ന സബ്ജക്റ്റിന്റെ പ്ലൂറൽ ആണ്. എന്നാൽ ഇവിടെ ഈസ് എന്ന് പറയുന്ന സിംഗുലർ വെർബാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ അടുത്ത ഉദാഹരണം നോക്കുക. വൺ ഓഫ് മൈ റിലേറ്റീവ്സ് ഹാസ് ഗോൺ എബ്രോഡ്. അതായത് ഇവിടെ വൺ ഓഫിന് ശേഷം വന്നിരിക്കുന്ന റിലേറ്റീവ്സ് എന്ന നൗൺ പ്ലൂറൽ ആണ്. അതായത് റിലേറ്റീവ്സ് എന്നുള്ളത് റിലേറ്റീവ് എന്ന നൗണിന്റെ പ്ലൂറൽ ഫോം ആണ്. എന്നാൽ ഇവിടെ ഹാസ് എന്ന് പറയുന്ന സിംഗുലർ വെർബാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് വ്യക്തമായി മനസ്സിലാക്കുക. എറർ ഡിറ്റക്ഷൻ ഭാഗത്തൊക്കെ ഇഷ്ടം പോലെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണിത്. നമുക്ക് അടുത്ത നിയമത്തിലേക്ക് കടക്കാം. എ ഗ്രൂപ്പ് ഓഫ്, എ ക്രൗഡ് ഓഫ്, എ ഹെഡ് ഓഫ് എന്നിവയ്ക്ക് ശേഷം വരുന്ന നൗൺ പ്ലൂറലും വെർബ് സിംഗുലറും ആയിരിക്കും. ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന തൊട്ടു മുമ്പത്തെ നിയമത്തിൽ പറഞ്ഞ രീതി തന്നെയാണ്. നമുക്ക് ഉദാഹരണം നോക്കാം. എ ഗ്രൂപ്പ് ഓഫ് ഗേൾസ് ഈസ് സിംഗിങ് എ സോങ്. ഇവിടെ എ ഗ്രൂപ്പ് ഓഫിന് ശേഷം ഗേൾസ് എന്ന പ്ലൂറൽ നൗൺ ആണ് വന്നിരിക്കുന്നത്. എന്നാൽ ഈസ് എന്ന സിംഗുലർ വെർബാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്ത ഉദാഹരണത്തിൽ എ ഹെഡ് ഓഫ് കാറ്റിൽ ഈസ് മൂവിങ് ടുഗദർ. ഇവിടെ എ ഹെഡ് ഓഫിന് ശേഷം വന്നിരിക്കുന്നത് കാറ്റിൽസ് എന്ന പ്ലൂറൽ നൗൺ ആണ്. എന്നാൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഈസ് എന്ന സിംഗുലർ വെർബാണ്. ഈ നിയമവുമായി കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട മറ്റൊരു നിയമമുണ്ട്. അതും പഠിച്ചിരിക്കുക. അതിങ്ങനെയാണ്. എ ഗ്രൂപ്പ് ഓഫ്, എ ക്രൗഡ് ഓഫ്, എ ഹെഡ് ഓഫ് ഇവയെ വെവ്വേറെ കാണുമ്പോൾ പ്ലൂറൽ വെർബ് ഉപയോഗിക്കുന്നു. അതായത് നമുക്ക് ഉദാഹരണം നോക്കാം. എ ഗ്രൂപ്പ് ഓഫ് ഗേൾസ് സിംഗിങ് ഡിഫറെന്റ് സോങ്സ്. എ ഗ്രൂപ്പ് ഓഫ് ഗേൾസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അവർ എന്ത് ചെയ്യുന്നു? എ ഗ്രൂപ്പ് ഓഫ് ഗേൾസ് ഡിഫറെന്റ് സോങ്സ് സിംഗ് ചെയ്യുന്നു. അപ്പോൾ അവിടെ വ്യത്യസ്ത കാര്യങ്ങൾ ചെയ്യുന്നതിനാൽ അവിടെ പ്ലൂറൽ വെർബാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ആർ എന്ന പ്ലൂറൽ വെർബ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ അടുത്ത ഉദാഹരണം നോക്കുക. എ ഹെഡ് ഓഫ് കാറ്റിൽ ആർ ഗ്രേസിംഗ് ഹിയർ ആൻഡ് ദെയർ. ഇവിടെ എ ഹെഡ് ഓഫ് കാറ്റിൽ എന്ന് പറഞ്ഞിരിക്കുന്നതിലും വെവ്വേറെയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ആർ എന്ന പ്ലൂറൽ വെർബ് ഉപയോഗിക്കുന്നത്. നമുക്ക് അടുത്ത നിയമത്തിലേക്ക് കടക്കാം. മോർ ദാൻ വണ്ണിന് ശേഷം വരുന്ന നൗൺ, വെർബ് എന്നിവ സിംഗുലർ ആകുന്നു. ഉദാഹരണം നോക്കാം. മോർ ദാൻ വൺ അവാർഡ് വാസ് ഗിവൺ ടു ദി പോയറ്റ്. ഇവിടെ വാസ് എന്ന സിംഗുലർ വെർബാണ് മോർ ദാൻ ശേഷം വന്നിരിക്കുന്നത്. അടുത്ത ഉദാഹരണം. മോർ ദാൻ വൺ പ്രോബ്ലം ഹാസ് ബീൻ സോൾവ്. ഇവിടെ മോർ ദാൻ വണ്ണിന് ശേഷം വന്നിരിക്കുന്നത് ഹാസ് എന്ന സിംഗുലർ വെർബാണ്. എന്നാൽ അടുത്ത നിയമം ശ്രദ്ധിക്കുക. മോർ ദാൻ ടുവിന് ശേഷം വരുന്ന നൗൺ, വെർബ് എന്നിവ പ്ലൂറൽ ആകുന്നു. ഉദാഹരണം. മോർ ദാൻ 2 അവാർഡ്സ് വെർ ഗിവൺ ടു ദി പോയറ്റ്. ഇവിടെ മോർ ദാൻ 2 എന്ന് വന്നിരിക്കുന്നത് കൊണ്ട് വെയർ എന്ന പ്ലൂറൽ വെർബാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് അടുത്ത നിയമം നോക്കാം. എ നമ്പർ ഓഫിന് ശേഷം വരുന്ന നൗൺ, വെർബ് എന്നിവ പ്ലൂറൽ ആകുന്നു. ഉദാഹരണം നോക്കാം. എ നമ്പർ ഓഫ് ബുക്സ് ആർ മിസ്സിംഗ് ഫ്രം ദ ലൈബ്രറി. ഇവിടെ എ നമ്പർ ഓഫിന് ശേഷം വന്നിരിക്കുന്ന നൗൺ ബുക്സ് എന്നുള്ളത് പ്ലൂറൽ ആണ്. അതുപോലെ തന്നെ ആർ എന്നുള്ള വെർബും പ്ലൂറൽ ആണ്. അടുത്തൊരു നിയമം നോക്കാം. ദി നമ്പർ ഓഫിന് ശേഷം വരുന്ന നൗൺ അല്ലെങ്കിൽ പ്രൊനൗൺ പ്ലൂറലും വെർബ് സിംഗുലറും ആയിരിക്കും. ഉദാഹരണം നോക്കുക. ദ നമ്പർ ഓഫ് മിസ്സിംഗ് ബുക്ക് ഈസ് 25. ഇവിടെ ദ നമ്പർ ഓഫിന് ശേഷം വന്നിരിക്കുന്ന നൗൺ ബുക്സ് എന്നുള്ളത് പ്ലൂറൽ ആണ്.
എന്നാൽ വെർബ് വന്നിരിക്കുന്നതോ ഈസ് എന്നുള്ളത് സിംഗുലർ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ടെണ്ണം പഠിച്ചു. ഒന്ന് എ നമ്പർ ഓഫും പഠിച്ചു, അടുത്ത ദി നമ്പർ ഓഫും പഠിച്ചു. രണ്ടും തമ്മിലുള്ള വ്യത്യാസം ശരിക്കും മനസ്സിലാക്കി വെക്കുക. നമുക്ക് അടുത്ത നിയമത്തിലേക്ക് കടക്കാം. മെനി, എ ഗ്രേറ്റ് മെനി, എ ഗുഡ് മെനി എന്നിവയ്ക്ക് ശേഷം വരുന്ന നൗൺ, വെർബ് എന്നിവ പ്ലൂറൽ ആകുന്നു. ഉദാഹരണം നോക്കുക. മെനി ബോയ്സ് ആർ ആബ്സെന്റ് ഫ്രം ദ ക്ലാസ്. ഇവിടെ മെനിക്ക് ശേഷം വന്നിരിക്കുന്ന നൗൺ ബോയ്സ് എന്നുള്ളത് പ്ലൂറൽ ആണ്. അതുപോലെ തന്നെ ആർ എന്ന വെർബ് വന്നിരിക്കുന്നു, അതും പ്ലൂറൽ ആണ്. അടുത്ത ഉദാഹരണം നോക്കുക. എ ഗ്രേറ്റ് മെനി ഗേൾസ് ആർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദി ഡാൻസ് കോമ്പറ്റീഷൻ. ഇവിടെ എ ഗ്രേറ്റ് മെനിക്ക് ശേഷം വന്നിരിക്കുന്ന ഗേൾസ് എന്ന് പറയുന്ന നൗൺ പ്ലൂറൽ ആണ്. അതുപോലെ തന്നെ ആർ എന്ന് പറയുന്ന വെർബും പ്ലൂറൽ ആണ്. ഈ നിയമം വ്യക്തമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത നിയമത്തിലേക്ക് കടക്കാം. മെനി എ ഗ്രേറ്റ്, മെനി എ ഗുഡ് എന്നിവയ്ക്ക് ശേഷം വരുന്ന നൗൺ, വെർബ് എന്നിവ സിംഗുലർ ആകുന്നു. അതായത് ഉദാഹരണം നോക്കി മനസ്സിലാക്കാം ഇത് എന്താണെന്ന്. ഉദാഹരണം ശ്രദ്ധിക്കുക. മെനി എ പാസഞ്ചർ ഹാസ് ലോസ്റ്റ് ഹിസ് ലഗേജ്. ഇവിടെ മെനിയെ എന്ന് വന്നിരിക്കുന്നത് കൊണ്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വെർബ് ഹാസ് എന്നുള്ളതാണ്. അടുത്ത ഉദാഹരണം നോക്കുക. മെനി എ ഗ്രേറ്റ് സോൾജർ ഹാസ് ഡൈഡ് ഫോർ ദി നേഷൻ. ഇവിടെ മെനി എ ഗ്രേറ്റിന് ശേഷം വന്നിരിക്കുന്ന ഹാസ് എന്ന് പറയുന്ന വെർബ് സിംഗുലർ ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ നിയമവും ഇതിനു മുൻപ് പറഞ്ഞ നിയമവും തമ്മിൽ ശരിക്കും കമ്പയർ ചെയ്ത് മനസ്സിലാക്കി വെക്കുക. നമുക്ക് അടുത്ത നിയമത്തിലേക്ക് കടക്കാം. ദി കണ്ടക്ട് ഓഫ്, ദ ബിഹേവിയർ ഓഫ്, ദ കൗൺസിൽ ഓഫ്, ദ ഗ്രൂപ്പ് ഓഫ്, ദ അച്ചീവ്മെന്റ് ഓഫ് എന്നിവയ്ക്ക് ശേഷം വരുന്ന നൗൺ സിംഗുലർ ആകാം, പ്ലൂറൽ ആകാം. എന്നാൽ വെർബ് സിംഗുലർ ആയിരിക്കും. നമുക്ക് ഉദാഹരണം നോക്കാം. ദ കണ്ടക്ട് ഓഫ് ബോയ് ഈസ് ഗുഡ്. ഇവിടെ ബോയ് എന്ന് പറയുന്നത് സിംഗുലർ നൗൺ ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈസ് എന്നുള്ളത് സിംഗുലർ വെർബായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ അടുത്ത ഉദാഹരണം നോക്കുക. ദ കണ്ടക്ട് ഓഫ് ദ ബോയ്സ് ആൻഡ് ഗേൾസ് ഈസ് ഗുഡ്. ഇവിടെ ബോയ്സ് എന്നും ഗേൾസ് എന്നും പറഞ്ഞിരിക്കുന്നു, അത് പ്ലൂറലിലാണ് വന്നിരിക്കുന്നത്. എന്നാൽ ഉപയോഗിച്ചിരിക്കുന്ന വെർബോ ഈസ് എന്ന് പറഞ്ഞിരിക്കുന്നത് സിംഗുലറിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ നിയമം വ്യക്തമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത നിയമത്തിലേക്ക് കടക്കാം. എ ഗ്രേറ്റ് ഡീൽ ഓഫ്, പ്ലെന്റി ഓഫ്, മസ്റ്റ് ഓഫ്, സം ഓഫ് എന്നിവയ്ക്ക് ശേഷം വരുന്ന നൗൺ കൗണ്ടബിൾ ആണെങ്കിൽ പ്ലൂറൽ വെർബും അൺകൗണ്ടബിൾ ആണെങ്കിൽ സിംഗുലർ വെർബും ആയിരിക്കും. എന്താണെന്ന് നമുക്ക് ഉദാഹരണത്തിൽ കൂടി നോക്കാം. ഉദാഹരണം ശ്രദ്ധിക്കുക. സം ഓഫ് ദ ബോയ്സ് ആർ ആബ്സെന്റ് ഫ്രം ദ ക്ലാസ്. ഇവിടെ സം ഓഫിന് ശേഷം വന്നിരിക്കുന്ന ദ ബോയ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അതായത് ആൺകുട്ടികൾ. അത് നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റുന്നതാണ്, കൗണ്ടബിൾ ആണ്. അതുകൊണ്ട് ഇവിടെ നമ്മൾ ആർ എന്ന് പറയുന്ന പ്ലൂറൽ വെർബാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ അടുത്ത ഉദാഹരണം ശ്രദ്ധിക്കുക. സം ഓഫ് ദ ഷുഗർ ഈസ് വേസ്റ്റഡ് ബൈ ദ ചിൽഡ്രൻ. ഇവിടെ സം ഓഫിന് ശേഷം വന്നിരിക്കുന്ന ഷുഗർ എന്ന് പറയുന്നത് കൗണ്ടബിൾ അല്ല, അൺകൗണ്ടബിൾ ആണ്. അതുകൊണ്ട് അവിടെ ഈസ് എന്ന് പറയുന്ന സിംഗുലർ വെർബാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ നിയമം ശരിക്കും മനസ്സിലാക്കി വെക്കുക. നമുക്ക് അടുത്ത നിയമത്തിലേക്ക് കടക്കാം. അടുത്ത നിയമം പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് അതുമായി ബന്ധപ്പെട്ട അപ്പോസിഷൻ എന്ന വാക്ക് എന്താണെന്ന് മനസ്സിലാക്കാം. ഒരു സർവനാമത്തെ വ്യക്തമാക്കി കാണിക്കുന്നതിന് വേണ്ടി സർവനാമത്തോടൊപ്പം ചേർക്കുന്ന വാക്കിനെ അപ്പോസിഷൻ എന്ന് പറയുന്നു. ഇനിയും ഇതനുസരിച്ചുള്ള നിയമം നമുക്ക് നോക്കാം. ഒരു സെന്റൻസിൽ മെയിൻ സബ്ജക്റ്റും അപ്പോസിഷനും ഉണ്ടെങ്കിൽ മെയിൻ സബ്ജക്റ്റിന് അനുസരിച്ച് വെർബ് എഴുതണം. എന്താണെന്ന് ഉദാഹരണത്തിൽ കൂടി നോക്കാം. ഐ, നൈനാൻ കോശി, ആം റെസ്പോൺസിബിൾ ഫോർ ദി ലോ. ഇവിടെ ഐ എന്നുള്ളത് മെയിൻ സബ്ജക്റ്റ് ആണ്, നൈനാൻ കോശി എന്നുള്ളത് അപ്പോസിഷൻ ആണ്. ഇവിടെ നമ്മൾ മെയിൻ സബ്ജക്റ്റിനനുസരിച്ചാണ് വെർബ് ഉപയോഗിക്കുന്നത്. ഇവിടുത്തെ മെയിൻ സബ്ജക്റ്റ് ഐ ആയതുകൊണ്ട് ഐയുടെ കൂടെ ഉപയോഗിക്കുന്നത് ആം ആണ്. അതുകൊണ്ട് നമ്മളിവിടെ ആം ഉപയോഗിച്ചിരിക്കുന്നു. അടുത്തൊരു ഉദാഹരണം നോക്കുക. യു, ദ ഗേൾ ആർ ബ്യൂട്ടിഫുൾ. ഇവിടെ യു എന്ന് പറയുന്നത് മെയിൻ സബ്ജക്റ്റ് ആണ്, ദ ഗേൾ എന്നുള്ളത് അപ്പോസിഷൻ ആണ്. ഇവിടെ മെയിൻ സബ്ജക്റ്റ് യു ആണ്. അതുകൊണ്ട് ഇവിടെ നമ്മൾ യുവിന്റെ കൂടെ ആർ എന്ന് പറയുന്ന പ്ലൂറൽ വെർബ് ഉപയോഗിച്ചിരിക്കുന്നു. ഇവിടെ അപ്പോസിഷൻ എന്താണെന്നും ഈ നിയമം എന്താണെന്നും വ്യക്തമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത നിയമത്തിലേക്ക് കടക്കാം. ഡസൻ, 100, 1000 തുടങ്ങിയവയ്ക്ക് മുൻപിൽ 1, 2, 3 എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ ഇവയ്ക്ക് ശേഷം എസ് ഉപയോഗിക്കരുത്. നമുക്ക് ഉദാഹരണം നോക്കാം. ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിൾ വെർ ഗ്യാതേർഡ്. ഇവിടെ ഹൺഡ്രഡ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അവിടെ എസ് വന്നിരിക്കുന്നു. എന്നാൽ നോക്കിക്കേ, 500 ബുക്സ് ഹാവ് ബീൻ ഓർഡേഡ്. ഇവിടെ 100ന് മുൻപായി 5 വന്നിരിക്കുന്നത് കൊണ്ട് നമ്മൾ 100ന്റെ കൂടെ എസ് ഉപയോഗിച്ചിട്ടില്ല. പകരം 500 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 500s എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് തെറ്റായി മാറിയനെ. അപ്പോൾ ഈ നിയമം വ്യക്തമായി മനസ്സിലാക്കി വെക്കുക. ഇതുപോലെ 1000ന് മുൻപിൽ 1ഓ 2ഓ 3ഓ വന്നാലും ഇതേ മാറ്റം തന്നെയാണ് സംഭവിക്കുന്നത്. നമുക്ക് അടുത്ത നിയമം എന്താണെന്ന് നോക്കാം. ഒരു അഡ്ജക്റ്റീവിനെ ജനറിക് നൗൺ ആക്കാൻ അഡ്ജക്റ്റീവിന് മുൻപിൽ ദ ചേർക്കുന്നു. ജനറിക് നൗണിന് ശേഷം പ്ലൂറൽ വെർബ് ഉപയോഗിക്കുന്നു. നമുക്ക് ഉദാഹരണം നോക്കാം. ദ ഹോണസ്റ്റ് ആർ ബ്ലെസ്ഡ് ബൈ ഗോഡ്. ഇവിടെ ഹോണസ്റ്റ് എന്ന് പറയുന്ന ഒരു അഡ്ജക്റ്റീവ് ആണ്, അതായത് ഒരു നാമവിശേഷണമാണ്. ആ അഡ്ജക്റ്റീവിന്റെ കൂടെ നമ്മൾ ദ എന്ന ആർട്ടിക്കിൾ ചേർത്തപ്പോൾ അതൊരു ജനറിക് നൗൺ ആയി മാറി.
ജനറിക് നൗണിന്റെ കൂടെ നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ആർ എന്ന പ്ലൂറൽ വെർബാണ്. അങ്ങനെ നമുക്ക് കിട്ടിയ ദ ഹോണസ്റ്റ് എന്ന ജനറിക് നൗണിന്റെ കൂടെ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന വെർബ് എന്നുള്ളത് ആർ എന്ന പ്ലൂറൽ വെർബാണ്. ഈ നിയമം വ്യക്തമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്ന കൂടുതൽ ഉദാഹരണങ്ങൾ എടുത്ത് ചെയ്തു നോക്കുക. നമുക്ക് അടുത്ത നിയമത്തിലേക്ക് കടക്കാം. റിലേറ്റീവ് പ്രൊനൗൺ ചേർന്ന് വരുന്ന വാക്യങ്ങളിൽ വെർബ് വരുന്നത് റിലേറ്റീവ് പ്രൊനൗണിന് തൊട്ട് മുൻപുള്ള നാമം അല്ലെങ്കിൽ സർവനാമത്തിന് അനുസരിച്ചായിരിക്കും. ഐ ഹു ആം രാജു ഗീവ് യു ഫ്രീഡം. ഇവിടെ ഐ എന്ന സർവനാമത്തിനനുസരിച്ചാണ് നമ്മൾ ആം എന്ന വെർബ് ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്ത നിയമം നോക്കുക. ഒരു സെന്റൻസ് ജെറൻഡിൽ തുടങ്ങുകയാണെങ്കിൽ വെർബ് സിംഗുലർ ആയിരിക്കണം. ഇവിടെ നമുക്ക് ഉദാഹരണം നോക്കാം. ബീയിങ് പൊളൈറ്റ് ഈസ് എ ഗുഡ് ബിഹേവിയർ. ഈ സെന്റൻസിൽ ബീയിങ് എന്ന ജെറൻഡിലാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ വരുന്ന വെർബ് സിംഗുലർ ആണ്. ആ സിംഗുലർ വെർബായിട്ട് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഈസ് ആണ്. നമുക്ക് അടുത്ത നിയമത്തിലേക്ക് കടക്കാം. ഡിസ്റ്റൻസ്, ഹൈറ്റ്സ്, വെയ്റ്റ്സ് അല്ലെങ്കിൽ എമൗണ്ട്സ് ഓഫ് മണി എന്നീ പ്ലൂറൽ നമ്പറുകൾ സിംഗുലർ ഫിഗർ ആയിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനെ സിംഗുലറായി കണക്കാക്കുന്നു. നമുക്ക് ഉദാഹരണം നോക്കാം. 10 lakh rupees is a big amount. ഇവിടെ 10 lakh rupees എന്ന് പറയുന്ന ഒരു സിംഗിൾ ഫിഗർ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഈസ് എന്ന സിംഗുലർ വെർബ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നു. അടുത്ത ഉദാഹരണം നോക്കുക. 3 hours is a long time to study. ഇവിടെ 3 hours എന്ന് പറയുന്ന ഒരു സിംഗിൾ ഫിഗർ ആയിട്ട് എടുത്തിരിക്കുന്നത് കൊണ്ട് അവിടെ നമ്മൾ ഈസ് എന്ന സിംഗുലർ വെർബാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്ത നിയമം നോക്കുക. ദ മെജോറിറ്റി ഓഫ് എന്ന പ്രയോഗം സംഖ്യകളെ കാണിക്കാൻ ഉപയോഗിക്കുന്നതിനാൽ അതിനുശേഷം വരുന്നത് പ്ലൂറൽ വെർബ് ആയിരിക്കും. നമുക്ക് ഉദാഹരണം നോക്കാം. The majority of the people do not attend the meeting. ഇവിടെ the majority of എന്ന പ്രയോഗത്തിന് ശേഷം വന്നിരിക്കുന്ന വെർബ് പ്ലൂറൽ ആണ്. അതുകൊണ്ട് നമ്മൾ do എന്ന പ്ലൂറൽ വെർബ് ഉപയോഗിച്ചിരിക്കുന്നു. അടുത്ത ഉദാഹരണം നോക്കുക. The majority of the boys have been selected for the program. ഇവിടെ the majority of എന്ന പ്രയോഗത്തിന് ശേഷം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് have എന്ന പ്ലൂറൽ വെർബിനെയാണ്. ഈ നിയമം വ്യക്തമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ച കോൺകോഡ് എന്ന പാഠഭാഗത്ത് നിന്നും അനവധി നിയമങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു. ആ നിയമങ്ങളെല്ലാം വ്യക്തമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അവയെല്ലാം നന്നായി ഹൃദിസ്ഥമാക്കി വെക്കുക. എല്ലാ മത്സര പരീക്ഷകളിലും കോൺകോഡ് എന്ന ഈ പാഠഭാഗത്തു നിന്നുമുള്ള ചോദ്യങ്ങൾ സ്ഥിരമായി കണ്ടുവരാറുള്ളതാണ്. മിക്ക പരീക്ഷകളിലും ഈ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളത് ഇറർ ഡിറ്റക്ഷൻ ഭാഗത്താണ്, അതായത് തെറ്റ് കണ്ടുപിടിക്കാനുള്ള ഭാഗത്താണ്. ബാങ്ക് എക്സാമുകളിൽ പോലും ഈ ഭാഗത്തു നിന്നുമുള്ള ചോദ്യങ്ങൾ അനവധിയായി കണ്ടുവരാറുള്ളതാണ്. എന്തായാലും ഈ പാഠഭാഗം വ്യക്തമായി മനസ്സിലാക്കി പഠിക്കുക. എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തുക. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്